ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2 ആണ് ഉദ്ദേശിക്കുന്നത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2-ൽ രണ്ട് കോഴ്സ് ഔട്ട്കംസ് ആണ്. CO3 സോൾവ് സർക്യൂട്ട് പാരാമീറ്റർ ഇൻ RC സീരീസ് പാരലൽ സർക്യൂട്ട്. CO4 ഐഡൻറ്റിഫൈ വേരിയസ് ത്രീ ഫേസ് ഇന്റർകണക്റ്റഡ് പവർ സിസ്റ്റം ഇൻ ബാലൻസ് സിസ്റ്റം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. ഒന്ന്, എനി വൺ മെത്തേഡ് സോൾവിങ് പാരലൽ സർക്യൂട്ട് ഈസ് വെക്റ്റർ മെത്തേഡ്. രണ്ട്, പവർ ഫാക്ടർ ഇൻ എ പാരലൽ സർക്യൂട്ട് അറ്റ് റെസണൻസ് ഈസ് യൂണിറ്റി. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻ എ സ്റ്റാർ സിസ്റ്റം. ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ബൈ √3 സ്റ്റാർ സിസ്റ്റത്തിൽ. any one method to interconnect three-phase system is star-connected system. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ റെസണൻസ്. പാരലൽ സർക്യൂട്ടുകൾ പലവിധമുണ്ട്. അതിൽ RL സീരീസും RLൻ്റെ കോമ്പിനേഷൻ Cക്ക് പാരലലുമാണ്. The reactive component of the line current becomes 0. The frequency of this condition is called resonance condition. എന്താണ്? When the reactive component of the line current is 0, becomes 0, the frequency of this condition is called resonant frequency. Next, the Q factor is the magnification in an RL and C parallel circuit is called Q factor. Otherwise IC by I. Current through capacitor divided by total current I. ഇതാണ് total current I. Otherwise XL divided by R ആണ്. Another question is 10 ohm resistance in 10 ohm resistance 15 mH inductor and a capacitor are connected in parallel. എല്ലാം പരസ്പരം കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. 200 വോൾട്ട് സപ്ലൈ, 50 ഹെർട്സ് AC സപ്ലൈ, കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി ആ സർക്യൂട്ട് വരയ്ക്കുന്നു, തന്ന കാര്യങ്ങൾ എഴുതുന്നു. വോൾട്ടേജ് ഈസ് 200 വോൾട്ട്. Voltage is a 200 volt. Frequency is 50 hertz. Resistance is 10 ohm. Inductor is 15 millihenry. 15 into 10 minus 3 henry. Capacitor is 100 microfarad. 100 into 10 minus 6. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് കണ്ടുപിടിക്കാൻ 2πf into L. 2 into 3.14 into 50 into 15 into 10 minus 3 4.7 J 4.71 ഓം എന്ന് പറയുന്നു. കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/2πf into C. 1 divided by 2 into 3.14 into 50 into 100 into 10 minus 6 31.87 minus J 31.84. അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് ത്രൂ റെസിസ്റ്റർ ദാറ്റ് ഈസ് V/R 200/100 20 ആംപിയർ. അടുത്തത് കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ 200 divided by 4.71 ആംഗിൾ 90. അപ്പോൾ 200/4.71 എന്ന് പറഞ്ഞാൽ 42.46 ആംഗിൾ മുകളിലോട്ട് പോകുമ്പോൾ -90 കറണ്ട് ത്രൂ കപ്പാസിറ്റർ ഈസ് V divided by -JXC 200 divided by -31.84 J that is 200/31.84 6.28 ആംഗിൾ മുകളിലോട്ട് പോകുമ്പോൾ +90 ആയിട്ട് മാറുന്നു. കറണ്ട് എല്ലാ ബ്രാഞ്ചിലെയും കണ്ടുപിടിച്ചു. റൈറ്റ് 3 advantages of three-phase system. 1. Total power delivery is constant. Output of three-phase motor is 1.5 times of output of the single-phase motor of the same size. Rotating magnetic field can be set up. Obtain the relationship between the line and phase voltage in star connected system.
സോ വോൾട്ടേജ് വരയ്ക്കുന്നു. ഇ ആർ, ഇ വൈ, ഇ ബി ആർ ദ ഫേസ് വോൾട്ടേജസ്. ഓരോന്നും 120 ഡിഗ്രിയിൽ. ഇ ആർ, ഇ വൈ, ഇ ബി എല്ലാം തുല്യ നീളത്തിലും ആംഗിൾ 120 ഡിഗ്രിയിലും റൊട്ടാറ്ററും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. ഇതാണ് റഫറൻസ്. ഇതാണ് ആദ്യം വരയ്ക്കേണ്ടത്, വെർട്ടിക്കലായിട്ടൊരു ലൈൻ. പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരയ്ക്കേണ്ടത്. ദെൻ ഇ വൈ എന്ന് പറയുന്നതിനെ തിരിച്ച് മൈനസ് ആക്കി, അതായത് ബാക്കോട്ട് വരയ്ക്കുക. അതായത് ഒരു ലൈൻ വെച്ചിട്ട് ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. നീളം ഇ വൈൻ്റെ നീളം തന്നെ. ഇ വൈക്ക് മൈനസ് ഇ വൈക്ക് പാരലായിട്ട് ഈ ലൈന്, ഈ ലൈനിന് പാരലായിട്ട് ലൈന്, ഈ ലൈനിന് പാരലായിട്ട് ലൈന്. അതേപോലെ ഇവിടെ മുതലുള്ള ഇവിടെ നീളവും ഇ ആർ വൈയും തുല്യമായിരിക്കണം. ഇ മൈനസ് ഇ വൈയും ഇ ആർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇ ആർ വരെയുള്ള നീളവും തുല്യമാണെങ്കിൽ കൃത്യമായിട്ട് നടുവിൽ വെക്ടർ വരും. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ ഒരു പാരലോഗ്രാമായി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഇ ആർ വൈ മൈനസ് ഇ വൈ ആൻഡ് ദിസ് വൺ. സോ വെക്ടർ പാരലോഗ്രത്തിന്റെ രണ്ട് സൈഡാണ്, ഒന്ന് മൈനസ് ഇ വൈയും ഒന്ന് ഇ ആറും. രണ്ടും തുല്യമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ ഇ ഫേസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇ ആർ വൈ, ഇ വൈ ബി, ഇ വൈ ബി. അതേപോലെ തന്നെ മറ്റൊന്ന് ഏതാ വരിക, മറ്റൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർ ബി ആണ് വരിക. ആർ ബി. ഓക്കെ, ആർ ദ ലൈൻ വോൾട്ടേജസ്. അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് രണ്ട് സൈഡിൻ്റെയും സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് രണ്ട് സൈഡിൻ്റെയും സ്ക്വയർ റൂട്ട്. ദാറ്റ് ഈസ് ഇ മൈനസ് ഇ വൈ. മൈനസ് ഇ വൈ ഏത് തന്നെയാണ്, ഈ ഫേസ് തന്നെയാണ്. അപ്പോൾ ഈ ഫേസ് സ്ക്വയർ. അടുത്തത് ഇ ആറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് സ്ക്വയർ തന്നെ. പിന്നെ മൈനസ് ഈ രണ്ട് ഇ വൈ ഇൻറ്റു ഇ ആർ, രണ്ടും ആര് തന്നെയാണ്, ഈ ഫേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇൻറ്റു ഈ ഫേസ് ഇൻറ്റു ഈ ഫേസ്, അതാണ് ഈ ഫേസ് സ്ക്വയർ. അത് തമ്മിലുള്ള ആംഗിളാണ് കോസ് 60 എന്ന് എഴുതിയിരിക്കുന്നത്. സോ കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 അപ്പോൾ ഇത് പോയി. ബാക്കി 2 ഇ സ്ക്വയറും ഒരു ഇ സ്ക്വയറും കൂടി കൂട്ടിയാൽ 3 ഇ സ്ക്വയർ ആയിട്ട് മാറും. സോ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫേസേ ഉള്ളൂ, അതായത് ഈ ഫേസേ ഉള്ളൂ. √3 മാത്രമാവും. അപ്പോൾ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു √3 ആവും. ഈ ഫേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇ വൈ സ്ക്വയറും ഒന്ന് ഇ ആർ സ്ക്വയറും ആണ്. രണ്ടും മുകളിൽ തുല്യമായിട്ട് ഈ ഫേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു തെറ്റുള്ളത്, ഈ രണ്ട് ഇ വൈ എന്ന് എഴുതി പോയിട്ടുണ്ട്. ഇത് ഇ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത് 25 ഓം, R2 എന്ന് പറയുന്നത് 18 ഓം. ഇൻഡക്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 115, ഫ്രീക്വൻസി 50 ഹെർട്സ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ 0.07 ഹെൻറി. കപ്പാസിറ്റർ സി എന്ന് പറഞ്ഞാൽ 50 മൈക്രോ ഫാരഡ്. 50 × 10⁻⁻6. ഇൻഡക്ടർ എന്ന് പറയുന്നത് 2πfL. 2 × 3.14 × 50 × 0.07 എന്ന് പറഞ്ഞാൽ 21.0091. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √R1² പ്ലസ് XL സ്ക്വയർ. അതായത് അത് രണ്ടും മാത്രമേ ആ പാത്രമുള്ളൂ. 25² പ്ലസ് 221.992 സ്ക്വയർ. ദാറ്റ് ഈസ് കാൽക്കുലേറ്ററിൽ ചെയ്താൽ 33.296. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇവിടുത്തെ മാത്രം ഇമ്പിഡൻസ് എടുത്താൽ മതി. സോ V1 / Z1. Z1 എന്ന് പറഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ 215, Z1 എന്ന് പറഞ്ഞാൽ 33.296. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ 3.454. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ 5 വേണം. 5 എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് R1/Z1. കോസ് ഇൻവേഴ്സ് 25 / 33.296, 41.3 ഡിഗ്രി. ഇൻഡക്ടർ ആയതുകൊണ്ട് ലാഗിങ്. ബ്രാഞ്ച് 2ൽ R2 എന്ന് പറയുന്നത് 18 ഓം, സി എന്ന് പറഞ്ഞാൽ 50 മൈക്രോ ഫാരഡ്. റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/2πfc. 1/3.14 × 50 × 50 6 എന്ന് പറഞ്ഞാൽ 66.6.
ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √(r²+x²) 18² + 63.662² 66.158. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ് 115/66.18 1.74. ഫൈ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് R2/Z2. മുകളിലത്തെ അതേപോലെ തന്നെ R/Z2. കോസ് ഇൻവേഴ്സ് 18/66.158. ആംഗിൾ 74.42. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വിയിൽ നിന്ന് ലീഡാവുന്ന 74.2 മുകളിലോട്ട് വരക്കുന്നു. വിയിൽ നിന്ന് താഴേക്ക് 43.1 ഡിഗ്രി വരക്കുന്നു. രണ്ടിൻ്റെയും എന്താണ് അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലൈനിന് പാരലലാണ്, സെയിം ലെന്ത് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുന്ന ലൈൻ എങ്ങനെ വരക്കുന്നു വെച്ചാൽ ഇതിന് പാരലായിട്ട് സെയിം നീളത്തിൽ അപ്പോൾ വെക്ടർ കിട്ടും. ഇൻഡക്ടർ അല്ല കപ്പാസിറ്റർ കൂടുതലായതുകൊണ്ട് തന്നെ കറണ്ട് ലീഡ് ചെയ്യുകയാണ് വേണ്ടത്. ഈ വാല്യൂ മുകളിലായിരിക്കും ഉണ്ടാവുക. ഈ ആംഗിൾ മുകളിലേക്കാക്കിയിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഇതിൽ നമുക്ക് വേണ്ടത് ഈ എക്സ് കോമ്പണൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ കോസ് വാല്യൂസ് ആണ് നോക്കുക. കോസ് വാല്യൂസ് എപ്പോഴും ഈ വിയിൽ തന്നെ ആയതുകൊണ്ട് രണ്ടും I2 കൊണ്ടുണ്ടാവുന്നതും I1 കൊണ്ടുണ്ടാവുന്നതും ഒരേ ഈ വഴിയിലേക്ക് തന്നെ ആയതുകൊണ്ട് 3.14 I1 എന്ന് പറഞ്ഞ കറണ്ട് കോസ് 41.3 1.74 കോസ് 74.2 3.066 ആംപിയർ. പക്ഷെ കറണ്ട് വൈ കോമ്പണൻ്റ് ആവുമ്പോൾ I2 എന്ന് പറഞ്ഞ മുകളിലോട്ടും I1ൻ്റെ വൈ കോമ്പണൻ്റ് ദാറ്റ് ഈസ് I1 സൈൻ ഫൈ എന്ന് പറഞ്ഞത് താഴേക്കുമാണ്. അപ്പം മൈനസ് എടുക്കേണ്ടി വരും. ഓർത്തിരിക്കുക, മൈനസ് വരുന്നത് I1ൻ്റെയാണ് ഇങ്ങോട്ടുള്ളത്, മുകളിലേക്കാണ് പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് -3.454 സൈൻ 41.3 പ്ലസ് 11.74 സൈൻ 74.2 ദാറ്റ് ഈസ് ഈക്വൽ ടു -6.08 ചെയ്താൽ മതി. കറണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് രണ്ടിൻ്റെയും 3² -0.6 3.21 ആംപിയറായി. ടാൻ 5 പവർ ഫാക്ടർ കാണണമെങ്കിൽ കോസും ടാൻ ഇൻവേഴ്സ് y/x. വൈ കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ -0. ഡിവൈഡഡ് ബൈ 3.066 ആണെങ്കിൽ 0.98. പവർ കാണാൻ v × y cos φ 115 വോൾട്ടേജ് 3.126 × 0.8 ദാറ്റ് ഈസ് 382.61 വാട്ടാണ് വരിക. ശ്രദ്ധിക്കുക, ഐൻ്റെ കോസ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കിടക്കുന്ന കോമ്പണൻ്റ് ആണ്. അത് രണ്ടും I1 ആയാലും I2 ആയാലും അതിൻ്റെ കോസ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് I2 cos φ2 I1 cos φ2 കൊണ്ട് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അതേസമയം സൈൻ എന്ന് പറയുന്നത് ഇതാണ്, വൈ കോമ്പണൻ്റ് ആണ്. വൈ കോമ്പണൻറ്റിൻ്റെ ഒരെണ്ണം താഴേക്കും ഒരെണ്ണം മീതേക്കുമാണ്. I1ന് അതുകൊണ്ടാണ് മൈനസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അടുത്ത പ്രോബ്ലം തന്നിരിക്കുന്ന കാര്യങ്ങൾ R1 എന്ന് പറഞ്ഞാൽ 30 ഓം, R2 എന്ന് പറഞ്ഞാൽ 20 ഓം, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 240, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ്, ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ 0.1, കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 100 മൈക്രോഫാരഡ്. 30ഉം 0.1ഉം തമ്മിൽ സീരീസ്, 20ഉം 100ഉം തമ്മിൽ പാരലൽ. അപ്പോൾ ആദ്യത്തെ ബ്രാഞ്ചിൽ 30 0.1 ആണ്. 0.1 ഹെൻറിയാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാൻ 2πfL 2 × 3.14 × 50 × 0.1 31.4 ഓം. ഇമ്പിഡൻസ് അവിടെ കാണാൻ വേണ്ടിയിട്ട് √R1² + XL² 30² + 31.4 43.44. കണ്ടക്റ്റൻസ് R1/Z1² ആണ് ചെയ്യുക. ആ G1 കാണാൻ വേണ്ടിയിട്ട് അഡ്മിറ്റൻസ് മെത്തേഡാണ്. അപ്പം 30 ÷ 43.44 ൻ്റെ സ്ക്വയർ
0.0158. സസെറ്റൻസ് എന്ന് പറഞ്ഞാൽ x1/z1 സ്ക്വയർ 3.14 ഡിവൈഡ് ബൈ 43.44 സ്ക്വയർ 0.0166 മോ ആണ്. ബ്രാഞ്ച് 2 സെയിം. എന്താ ചെയ്യാനുള്ള വ്യത്യാസം? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് പകരം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണുക. ദാറ്റ് ഈസ് 1/2/FC 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 100 ഇൻറ്റു 10⁻⁻6 31.83. ഇമ്പിഡൻസ് കാണാൻ വേണ്ടി നേരത്തെ ചെയ്ത അതേപോലെ തന്നെ √20 ആണ്. R2 എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ പ്ലസ് 31.83 37.6. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ, വ്യത്യാസമുള്ളത് R2 ആവുന്നു മാത്രം. R2/Z2 സ്ക്വയർ. R2 എത്രയെന്ന് തന്നെ മുകളിൽ എഴുതിയിട്ടുണ്ട്, 20 ഡിവൈഡ് ബൈ 37.6 സ്ക്വയർ 0.14 ഓം. സസെറ്റൻസ് എന്ന് പറയുന്നത് XC/Z2 സ്ക്വയർ 31.83 ഇൻറ്റു 37.6 സ്ക്വയർ 0.0225 ഓം. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ G1 പ്ലസ് G2 രണ്ടും കൂടി ആഡ് ചെയ്താൽ 0.0298. സസെറ്റൻസ് എന്ന് പറഞ്ഞാൽ B1 പ്ലസ് B2 മൈനസ് B1 പ്ലസ് B2 ആണ്. സോ മൈനസ് ചെയ്യേണ്ടി വരും. മൈനസ് ചെയ്യുമ്പോൾ 0.006 ഓം. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ √G² പ്ലസ് G² √0.2 അല്ലേ, 0.2 സ്ക്വയർ 0.006 സ്ക്വയർ 0.03 മോ ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ V ഇൻറ്റു Y ആണ്. V എന്ന് പറഞ്ഞാൽ 240 ആണ്. 240 ഇൻറ്റു 0.0305 എന്ന് പറഞ്ഞാൽ 7.34 ആണ്. പവർ ഫാക്ടർ കാണാൻ ടാൻ ഇൻവേഴ്സ് അതും വേണ്ട, GY ചെയ്താൽ മതി. G എന്ന് പറഞ്ഞാൽ 0.0298, Y എന്ന് പറയുന്നത് 0.0308, 0.977. പവർ കാണാൻ V ഇൻറ്റു I ഇൻറ്റു കോസ് Y. V കണ്ടിട്ടുണ്ട് 240 തന്നിട്ടുണ്ട്. കറണ്ട് 7.4 കണ്ടു. 0.977 ചെയ്താൽ 1721 വാട്ട്സ് ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് Z1ഉം Z2ഉം തന്നിട്ടുണ്ട്. കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. Z1ൻ്റെ വാല്യൂ തന്ന സ്ഥിതിക്ക് R1 എന്ന് പറഞ്ഞാൽ 6 ഓം. X2 എന്ന് പറയുന്നത് എന്താ? X2 എന്ന് പറഞ്ഞാൽ 8 ഓം. Z2 എന്ന് പറയുന്നത് 8-j6 ആയതുകൊണ്ട് R2 എന്ന് പറഞ്ഞാൽ 8 ഓം. X2 എന്ന് പറയുന്നത് -6 ഓം അല്ലെങ്കിൽ 6 ഓം. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 200∠0 ആണ്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. നമ്മൾ ഉപയോഗിക്കേണ്ടി വരില്ല. J മെത്തേഡ് ആണ്. അപ്പോൾ 1/Z1 ആണ് Y1 എന്ന് പറഞ്ഞ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞത്. 1/R+J8 ആണ്. അതിനെ 1 ചെയ്യാൻ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ R+J8 ആയതുകൊണ്ട് R-J8 ഡിവൈഡ് ബൈ R-J8. ഓരോ പ്ലസും മൈനസും കൂടി ഗുണിച്ചാൽ J ടേം ഉണ്ടെങ്കിൽ A² + B² എന്നാവും. A+JB ഇൻറ്റു A-JB എന്ന് പറഞ്ഞാൽ A² + A എന്ന് പറയുന്നത് 6 ആണെങ്കിൽ RA² + 8A². അത് വെച്ച് കഴിഞ്ഞാൽ 100 വരും. 6നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.06, 8നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.08. സിമിലർലി Y2 എന്ന് പറഞ്ഞാൽ 1/Z2. 1/Z2 എന്ന് പറഞ്ഞാൽ 8 - j6. പക്ഷേ എന്ത് ചെയ്യേണ്ടി വരും? 8 + 6 കൊണ്ട് മുകളിലും താഴെയും ചെയ്യേണ്ടി വരും. മുകളിലും താഴെയും ഗുണിക്കേണ്ടി വരും. അപ്പോൾ 8 + 6 ഡിവൈഡഡ് ബൈ 8A² + RA² വരും. അപ്പോൾ 8A² + RA² വരും. (8A² + RA² എന്ന് പറഞ്ഞാൽ 100 തന്നെ. അപ്പോൾ 8 + RA - j8 / 100 ആയി.
അതായത് 0.06 മൈനസ് J.08. ടോട്ടൽ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക. 8 പ്ലസ് J6 ഡിവൈഡഡ് ബൈ 100 ആണ്. ദാറ്റ് ഈസ് 0.08 പ്ലസ് J.06. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 0.06ഉം 0.08ഉം കൂടി കൂട്ടിയാൽ 0.14 വരും. അതേസമയം മറ്റേതിന് മൈനസ് ഉണ്ട്, അതുകൊണ്ട് പോയിന്റ് കൂടുതലുള്ളത് 0.08നാണ്. അത് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൈനസ് ചിഹ്നം ഇടണം. 0.002 ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് കറണ്ട് കാണേണ്ടി വരും. അപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് 0.14 സ്ക്വയർ പ്ലസ് മൈനസ് 0.02 സ്ക്വയർ ചെയ്താൽ 0.1414 മോ വരും. 5 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ y ആണ്. ഐ മീൻ എക്സ് മൈനസ് 0.02 ഡിവൈഡഡ് ബൈ 0.14 ആണ്. മൈനസ് 8.13 കിട്ടും. ചോദ്യത്തിൽ ചോദിച്ച ഓരോ കാര്യങ്ങളും കണ്ടക്റ്റൻസ് ഈ 0.04 ഇതാണ് കണ്ടക്റ്റൻസ്. സസെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് 0.02 ആണ്. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് 0.14 0.1414 ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. 200 ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നത് എത്ര കിട്ടിയ കറണ്ട് എന്ന് പറഞ്ഞാൽ OB ഇൻറ്റു Y ആണ് അല്ലേ. അപ്പോൾ കറണ്ടാണ് കാണേണ്ടത്. 200 ഇൻറ്റു 0.1414 എന്ന് പറഞ്ഞാൽ 28.28 ആംപിയർ ആണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് ആണോ കോസ് 5 ആണ്. കോസ് 5 എന്ന് പറയുന്നത് എന്താണ്? G/Y ആണ്. അതിന് മുമ്പ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? G/Y ടാൻ ഇൻവേഴ്സ് ഒക്കെ കണ്ടിട്ട്. അപ്പം -8.13 ചെയ്താൽ 0.98 കിട്ടും. 0.98 ലാഗാണ്. അടുത്തത് 3 ഫേസ് ജനറേഷൻ എന്താണെന്നാണ്. അത് നമ്മൾ എടുക്കുന്നത് 2 പോൾ 3 ഫേസ് ഓൾട്ടർനേറ്റർ ഹാവിങ് 3 ഡിസ്റ്റന്റ് ഉണ്ട്. 3 വ്യത്യസ്തമായ വൈൻഡിങ്സ് ഡിസ്പ്ലേസ്ഡ് 120 അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. ഓരോന്നും 180 ഡിഗ്രി അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ A1 എന്ന് പറയുന്ന ഫസ്റ്റ് ഫേസ്, അതിൽ നിന്ന് അതിൻ്റെ മറ്റേ എൻഡ് കിടക്കുന്നത് A2. സ്റ്റാർട്ടിങ് എൻഡ് A1, എൻഡിങ് എൻഡ് A2. B എന്ന് പറയുന്ന രണ്ടാമത്തെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വൈൻഡിങ് വെച്ചിരിക്കുന്നത് A1ൽ നിന്ന് 120 ഡിഗ്രി അകലത്തിലാണ്. അതുപോലെ A1ൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഈ C2 എന്ന് പറയുന്നതും 120 ഡിഗ്രി അകലത്തിലാണ്. A1ന് ഓപ്പോസിറ്റ് ആയിട്ട് A2 ഉണ്ട്. അതാണ് അതിൻ്റെ എൻഡ്. അതായത് ഇവിടെ നിന്ന് ഒരു വൈൻഡിങ് ഇങ്ങനെ തുടങ്ങിയാൽ ഇവിടെ എത്തുന്നു. B തുടങ്ങിയാൽ B2-ലെത്തുന്നു. C തുടങ്ങിയാൽ C2-ലെത്തുന്നു. 2 പോളുള്ള എന്താണ് പറയുക പോളാണ് പറഞ്ഞിട്ടുണ്ട്. 2 മാഗ്നറ്റിക് പോളാണ്. അതുകൊണ്ടാണ് നോർത്തും സൗത്തും 2 എണ്ണേ ഉള്ളൂ. അടുത്തതായിട്ട് കൺസിഡർ 3 കോയിൽ. എന്തൊക്കെയാണ് പേര്? A1, A2, B1, B2 ആൻഡ് C1, C2 fastened in the slot of armature അല്ലെങ്കിൽ സ്റ്റേറ്റർ. A1, B1, C1 ഒക്കെ സ്റ്റാർട്ടിംഗ് ടെർമിലാണ്. A2, B2, C2 ഒക്കെ എൻഡിങ് ടെർമിനലാണ്. 3 കോയിലിൻ്റെ EMF induced in a conductor A of the coil A1 is 0 and increasing positive as a pole rotating in clockwise direction. ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് 0 ആംഗിളായിരിക്കും വരിക എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വോൾട്ടേജ് ഉണ്ടാകും.
ഓക്കെ, അടുത്ത കണ്ടീഷൻ പറഞ്ഞത് നോർത്ത് പോൾ, ഇതാണ് നോർത്ത് പോള്. നോർത്ത് പോൾ ഓഫ് ദ റോട്ടർ കം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ കണ്ടക്ടർ A1 നോർത്ത് സൗത്ത് ആക്സിസ് എലോങ് എ ബി. എലോങ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എലോങ് എ ബി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് കറങ്ങിയിട്ട് നോർത്ത് എവിടേക്ക് വരണം? ഈ എയിലേക്കും വരണം, സൗത്ത് ബിയിലേക്കും വരുന്ന കണ്ടീഷനിൽ നോർത്ത് ഈ രണ്ട് ആക്സിസും ഇങ്ങനെ കറങ്ങി എന്ത് ചെയ്യുക, ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക. EMF ഇൻഡ്യൂസ് ബി കോയിലിൽ ബിയിൽ മാക്സിമം ഉണ്ടാവുന്നത് B1 മാക്സിമം ഉണ്ടാവുന്നത് B1 ഓഫ് കോയിൽ B1 ആൻഡ് B2 ഈസ് മാക്സിമം വെൻ നോർത്ത് പോൾ ടേൺ ടു 120 ഡിഗ്രി. അതായത് നോർത്ത് പോൾ ഇവിടെ എത്തിയിട്ട് 120 ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി ഇവിടെ എത്തിയാൽ എത്ര ഇതിലുണ്ടാവും? മാക്സിമം B1 മാക്സിമം. B1 മാക്സിമം ആവുമ്പോൾ B2 നെഗറ്റീവ് ആയിരിക്കും, മീൻസ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. അടുത്ത പോയിന്റ്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് EMF ഇൻഡ്യൂസ് ഇൻ B1 റീച്ച് മാക്സിമം വാല്യൂ 120 ലേറ്റർ ദാൻ ദ മാക്സിമം വാല്യൂ ഓഫ് A1. അടുത്തത് similarly EMF induced in C1 is maximum value 120 later than B1 or later than A1. അടുത്തത് EMF induced in all the conductors are equal in magnitude, same in frequency, but phase difference is 120 degree one each other. Each voltage wave is assumed sinusoidal. ഇങ്ങനെയാണ് വരയ്ക്കുക. ഒന്ന് ആദ്യം 0 നിന്നാണ് തുടങ്ങണമെങ്കിൽ അടുത്ത ആൾ 120 EB ഉണ്ടാവുള്ളൂ. അടുത്ത ആള് 140 ECയുടെ പോസിറ്റീവ് മാക്സിമം ആവുള്ളൂ. വെക്ടർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. EBനെയാണ് റെഫറൻസ്, EAനാണ് റെഫറൻസ്, EBനെ 120, ECനെ 120 ക്ലോക്ക് വൈസിലാണ്. EA1 എന്ന് പറഞ്ഞാൽ EM സൈൻ ഒമേഗ ടി ആണെങ്കിൽ EB1 എന്ന് പറഞ്ഞാൽ EM സൈൻ ഒമേഗ ടി മൈനസ് 120 ആണ്. EC1 ആണെങ്കിൽ EM സൈൻ ഒമേഗ ടി പ്ലസ് 120 ആണ്. ഇങ്ങനെ ഒന്ന് ഒരു ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ, മറ്റേ ഡയറക്ഷനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ ഈ സ്റ്റാർ ആൻഡ് കണക്റ്റഡ് സിസ്റ്റമാണ്. സ്റ്റാറും ഡെൽറ്റയും സിസ്റ്റം കമ്പയർ ചെയ്യാണ്. സ്റ്റാർ സിസ്റ്റം ഓപ്പൺ ആണ്, ഡെൽറ്റ ക്ലോസ്ഡ് ആണ്. സ്റ്റാർ സിസ്റ്റം ഉണ്ടാക്കുന്നത്, ദിസ് സ്റ്റാർ കണക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ടുഗദർ സിമിലർ എൻഡ്. ഡെൽറ്റ കണക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ഡിസിമിലർ എൻഡ്. suitable for 3-phase 4-wire distribution system. ഡെൽറ്റ ആണെങ്കിൽ suitable for 3-phase transmission system. ന്യൂട്രൽ പോയിന്റ് അവൈലബിൾ ആണ് സ്റ്റാർ കണക്ഷനിൽ, ഡെൽറ്റയിൽ ന്യൂട്രൽ പോയിന്റ് അവൈലബിൾ അല്ല. ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ബൈ √3 ആണ്. ലൈൻ കറണ്ട് ഈക്വൽ ടു ആണ് ലൈൻ ഫേസ് കറണ്ട് ഡിവൈഡ് ബൈ √3 ആണ് സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ. ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്. ലൈൻ കറണ്ടിനെ ഫേസ് കറണ്ട് കൊണ്ട് ബൈ √3 ചെയ്യേണ്ടി വരും ഡെൽറ്റ കണക്ഷനിൽ. ചിത്രം സ്റ്റാർ പോലെയാണ്. ഡെൽറ്റ കണക്ഷൻ ആവുമ്പോൾ ഒരു കൂട്ടൽ, ഒരു ക്ലോസ്ഡ് ആണ്, ന്യൂട്രൽ പോയിന്റ് ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.